കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സൈഡായിട്ട് റാഞ്ചും ചിപ്സും പോയ നല്ല ക്യാരറ്റും ബേബി ക്യാരറ്റും റാഞ്ചും ഉണ്ട്. എങ്ങനെ കണ്ടു നല്ലതാണോ? ഇത് കഴിയുമ്പോൾ നമ്മൾ വേറെ സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഗെയിൽ ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ്. സെയിം തന്നെ അത്. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കാൻ പോകണം. നമുക്ക് അതിൻ്റെ വീഡിയോ കാണാം. പിന്നെ ആരൊക്കെ കളിക്കണേ? Yeah, for Buccaneers. Yeah. So that's good because they're gonna win. They have a huge lead. That lead is big because it's isn't it 3 times? 4 quarters. So it's 4 times the score. No. Get it. So Tampa Bayയും ആൻഡ്രൂ ഏട്ടനും വരുന്ന ഗെയിം വായിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗെയിമിംഗ് ഉണ്ട്? ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഗെയിൽ ഫേവറേറ്റ് ഗോഡ്സ് ഓൺ പോംഫ്രെറ്റ് അത് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള മസാലയാണ് അത് വരുന്നത്. മെയിൻ ആയിട്ടുള്ള കറിവേപ്പില, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, വളരെ സിമ്പിൾ. ഒരുപാട് ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട്, കുറച്ച് ലെമൺ ജ്യൂസ്. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ലെമൺ എടുത്തങ്ങ് പിഴിയുക മസാലക്കകത്തേക്ക്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനിടാം. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാക്കി വെച്ചേക്കുവാണ്. നല്ല തിക്കായിട്ടുള്ളൊരു മസാല പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഫിഷിനെ എടുത്ത് ഫ്രൈ ചെയ്യാൻ പോകും. പാർട്ടായി അതിവിടെ റെസ്റ്റോറൻറ്റിലെല്ലാം ഈ ഷെഫുമാരെല്ലാം യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ചെയ്യുന്നതാണ്. കാരണം അതിൻ്റെ എന്നാ തൊലിക്ക് ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ഏകദേശം ചെറിയൊരു ഡ്രൈനെസ് വന്നിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്യുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. നല്ല മുഴുത്ത കത്തി ഓർമ്മൊക്കെ എടുത്തോ. സൈഡ് ചരിച്ച് ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കരുത്. ഞാനൊരു 10 മിനിറ്റ് ഇവിടെ വെളിയിൽ വെച്ചിട്ട് ഞാനതിനെ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടാണ് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. കാരണം ഇല്ലെങ്കിൽ പെട്ടെന്ന് ഫിഷ് ഡ്രൈ ആയിപ്പോവും. ഒരു ദിവസം നമ്മൾ വെക്കുമ്പം അത് ഡ്രൈ ആയിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഡ്രൈനെസ് പോകാതിരിക്കാൻ ഞാനതൊരു പ്ലാസ്റ്റിക് റാപ്പ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് എന്നാ രാത്രിയുള്ളത് ക്ലീൻ ചെയ്ത് മാരിനേറ്റ് വെച്ചേക്കുവാണ്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എന്നാടാ വാച്ചിനെ സാധനം ചെയ്യുന്നേ? എന്നാ സാധനം അത്? ഫിഷ്. തിരിച്ചിടാം. പാടിഭാഗമൊന്നും പിടിക്കത്തില്ല. പൊക്കിയിട്ട് മുട്ടിച്ചിടുക. ഏറ്റവും ഫ്ലേവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന കറിവേപ്പിലാണ്, കറി ലീവ്സാണ്. അത് നമുക്ക് ആവശ്യമായിട്ട് കൊടുക്കണം. ഇങ്ങനെ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ ഓയിലിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഫ്ലേവർ വരുന്നത്. അപ്പോൾ നമ്മൾ ഫിഷ് 2 സൈഡും ഫ്രൈ ആയിരിക്കുകയാണ്. ഇനി നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിക്കണേ. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിക്കാൻ പോകാം. അപ്പോൾ നമ്മൾ മുകളിൽ ഒഴിക്കരുത്, സൈഡിൽ ഒഴിക്കാവുള്ളൂ. സൈഡിൽ കൂടെ എങ്ങനെയാണ് റൗണ്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. ഒട്ടും തന്നെ അതിന് മുഖത്ത് മുകളിൽ ഒഴിച്ചിട്ടില്ല. ഫിഷിൻ്റെ ചുറ്റും കറക്കി ഒഴിക്കുക. മതിയാവും.
നമുക്ക് ഒരു അത്യാവശ്യം നല്ല മുഴുപ്പുള്ള ഫിഷ് ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഇങ്ങനെ റെസ്റ്റിൽ വെച്ച് ഫുള്ള് വേവണം. അത് കൂടാതെ നമുക്ക് 1-2 സാധനങ്ങൾ ഇതിനകത്ത് ഇടാനുണ്ട്. അത് ലോ ഫ്ലെയിമിൽ ഇപ്പോൾ വെച്ചേക്കണത്. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ അതിങ്ങനെ ഒരു ബട്ടർ കൺസിസ്റ്റൻസിയിലായിട്ട് വരണം. അതിങ്ങനെ കുറുകി കുറുകി കുറുകി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇടാൻ പോകുന്നത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മൾ വലുതായിട്ട് കീറിയത് ഇങ്ങനെ ഓരോന്ന് 2 കീറി എടുത്തത് ഇങ്ങനെ സൈഡിൽ 2 സൈഡിൽ ഇവിടെയും 2 ഈ സൈഡിലും ഇട്ട് കൊടുക്കുക. പിന്നെയുള്ളത് ഇഞ്ചിയാണ്. ഇഞ്ചി നന്നായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത ഇഞ്ചി. ഇനി നമ്മൾ വീണ്ടും നമ്മുടെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കറി ലീഫ് കുറച്ചിടുക. പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള 2 കറിവേപ്പില നമ്മുടെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുക. പറഞ്ഞു ഗാർണിഷ് ചെയ്യാനുള്ളത് ഇതും അവിടെ വെച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഇതെല്ലാം എടുത്ത് നമ്മൾ പ്ലേറ്റ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. ജസ്റ്റ് നമ്മൾ ഇതിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് കറക്കി കൊടുക്കുന്നത് അതിൻ്റെ ആ ഫ്ലേവർ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവും. ഇനി ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഉപ്പാണ്. ഉപ്പ് ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ ഇതിങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ നമ്മുടെ ഷെഫ് പിള്ളയും ഷെഫ് സുരേഷൊക്കെ ഇടുന്നുള്ളത് ഇട്ട് കൊടുക്കും. ഫ്രഷ് കുരുമുളക് ഉണക്കി എടുത്തുകൊണ്ടു അത് ഇങ്ങനെ ജസ്റ്റ് സൈഡിൽ ഈ തേങ്ങാപ്പാലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതൊരു ബട്ടർ കൺസിസ്റ്റൻസിയിൽ വരണം. അതാണ് ഇതിൻ്റെ പരുവം. അതിങ്ങനെ കിടന്ന് തിളച്ച് കുറുകും. അതുവരെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വെയിറ്റ് ചെയ്യുക. ഇനി ഈ ഫിഷിന് തിരിച്ചെടുത്തൊന്നുമില്ല, ഇങ്ങനെ തന്നെ വെക്കത്തുള്ളൂ. എല്ലാവരും തിരിച്ചിടുന്നതിനുള്ള പ്രതീക്ഷയിലിരിക്കും, പക്ഷേ നമ്മളിപ്പോൾ തിരിച്ചിടുന്നില്ല. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ. നമ്മൾ ഇതിൻ്റെ ഈ ഫ്ലേവർ കുറച്ചുകൂടെ ഒന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ നമ്മൾ മീൻകറിയൊക്കെ വയ്ക്കുമ്പം എല്ലാം റെഡി ആയി കഴിയുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ അടക്കണം. ഇപ്പം ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഈ ഇതിൻ്റെ ഗ്രേവിയുടെ സൈഡിൽ കൂടെ തേങ്ങാപ്പാലിൻ്റെ മുകളിൽ കൂടെ കുറേശ്ശെ ഒരു സൈഡിൽ ഒഴിക്കുക. ഒത്തിരി ഒഴിക്കണ്ട, നമ്മൾ ജസ്റ്റ് കുറച്ച് ഇപ്പം ഇങ്ങനെ ഒരു 2 തുള്ളിയും ഒഴിച്ച് കൊടുക്കുക. ഇതൊരു പ്രത്യേക ഒരു സ്മെല്ല് വരും. ഇപ്പം ആ ഒരു സ്മെല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നെ മോനെ ഓൾറെഡി അത് ആയി കഴിഞ്ഞു. ശരിക്കും നന്നായിട്ട് ഗ്രേവി തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒത്തിരി നേരം ഇത് ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റെഡിയാണ് സാധനം. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റണം നോക്കാം. ഇതിൻ്റെ ഈ വാലിൻ്റെ ഭാഗത്തേക്ക് ഈ ഗ്രേവി ഈ സ്പൂൺ കൊണ്ട് കോരി എടുക്കുക. ഓക്കെ, നമ്മുടെ ഈ ഫിഷിങ്ങിനെ സൈഡ് വഴി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ കഴിക്കാൻ വേണ്ട പൊറോട്ട കൂട്ടിയാണ്. നല്ല അടിപൊളി ഓറഞ്ച് ജ്യൂസ് ഉണ്ട്. പിന്നെ നമ്മുടെ മെയിൻ സാധനം പോംഫ്രെറ്റ് കറിയാണ്. അത്യാവശ്യം സ്പൈസിയാണ്. കുറച്ച് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് പച്ചമുളക് ഇട്ടുണ്ട്, അതൊന്നും കഴിച്ചാൽ മതി. അല്ല, ഇത് ആക്ച്വലി കഴിക്കുന്ന രീതിയല്ല. വേറെ ഗസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൈ കൊണ്ടൊക്കെ എടുത്ത് കഴിക്കുവാണ്. നല്ല ഒരു പീസ്
എടുത്തിട്ട് ഫിഷിന്റെ മെയിൻ ആണ് ആൻഡ്രൂ ആണ് അല്ലേ? എങ്ങനെയുണ്ട് ആൻഡ്രൂ? Good. ഗുഡ്. And now I want to try with chapati. ആ ഓക്കെ. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. നമ്മളിങ്ങനെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്ലഷും അതിന്റെ പുറത്തെ ആ സ്കിന്നെല്ലാം കൂട്ടിയിട്ട് എടുക്കുക. Very ഞാൻ വേണമെങ്കിൽ മുളക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്തു, കുഴപ്പമില്ല. ഞാൻ കറിവേപ്പും അതിന്റെ ഗ്രേവിയും തേങ്ങാപ്പാലും എല്ലാം കൂട്ടിയിട്ട് എടുത്തിട്ട് നല്ല ടേസ്റ്റ് സോഫ്റ്റ് നോക്കാം. മാംസമാണ്. വാ, സ്വന്തം ഉണ്ടാക്കിയിട്ട് പുകഴ്ത്തി പറയാൻ പറയരുത്. ഭീകര ടേസ്റ്റ് ആട്ടോ. കറക്റ്റാ. എപ്പോഴും മീൻകറി ഒക്കെ കഴിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറി തന്നെ ഉണ്ടാക്കി മടുക്കുമ്പോ ഈവൻ ഗസ്റ്റിന്റെ മുമ്പിൽ സെർവ് ചെയ്യാനായിട്ടുള്ള ബെസ്റ്റ് സാധനമാണ്. ഇപ്പൊ 4 പേരുണ്ടെങ്കിൽ ഡിന്നറിന് ഇനഫാണ്. 2 പൊറോട്ടയും ഫിഷും ഉണ്ടെങ്കിൽ സൂപ്പറാണ്. നമ്മൾ ഇതിന്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട്. ഫുള്ള് നമ്മൾ ഇതിന് ചെയ്തതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആർക്കും ചെയ്യാം. ഇതുപോലത്തെ നമ്മൾ ഒന്നുകിൽ നമ്മുടെ പ്രോംഫ്രെറ്റ് അല്ലെങ്കിൽ കരിമീന് ഇതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കറുത്ത പ്രോംഫ്രെറ്റ് അല്ലെങ്കിൽ വെളുത്ത പ്രോംഫ്രെറ്റ് അതും നമുക്ക് യൂസ് ചെയ്യാം. Very good with the chapati. Okay, let me try. അപ്പോൾ ഈ സൈഡ് തീർന്നു തിരിച്ചിടാൻ പോവാണ്. അടിപൊളി. എനിക്ക് തോന്നുന്നു ഈ സൈഡ് ഭയങ്കര ടേസ്റ്റ്. കാരണം തേങ്ങാപ്പാലത്ത് കൂടുതലും കിടന്ന ഈ ഭാഗമല്ലേ. ഞാൻ നോക്കട്ടെ. എന്നിട്ട് നോക്കണോ? അപ്പൊ ഇന്നിവിടെ സ്നോയും സൂപ്പർബോളും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ അടിപൊളി ഒരു ഫുഡ് ഉണ്ടാക്കി. സൂപ്പർബോളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഫുഡ് ഉഷാറായി. നമ്മൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരും. ഫുഡ് അല്ലെങ്കിൽ ടെക്നിക്കലോ എന്താണെന്ന് പറയാൻ പറ്റില്ല. ഇതിനെ നമ്മൾ കൂടുതൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, തെറ്റ് തിരുത്താനുള്ള ഒരു അവസരമാണ്. വലിയ സെറ്റപ്പ് എന്ന് പറയാൻ ചെറിയൊരു ചാനൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട്.